കാലിലടിക്കുന്ന ഒരു വേദന കണ്ണിൽ കൂടെ അങ്ങനെ വരുന്നത്. ആ കണ്ണുനീരും അവനെടുത്ത് കളഞ്ഞിട്ട് അത് നമ്മുടെ മനസ്സിനെ ശാന്തപ്പെടുത്താനാണ്. അതിലും വലുതാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുക്കൾ, അമ്മയോ അച്ഛനോ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന രംഗം വന്നു വരുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ തൽപ്പിക്കാൻ അതിനകത്ത് ആ ഉണ്ടാകുന്ന വിഷമം കൊണ്ടുണ്ടാകുന്ന ഒരു ആക്ഷനും നടന്നില്ല. ആ സാധനം കണ്ണിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോറേജ് ടാങ്കാക്കി ആ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ദുഃഖത്തിന്റെ കാഠിന്യത അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇല്ലേ? അവസാനം കൂടി ഓവർഫ്ലോ ആയാൽ ദുഃഖം കൂടിയാൽ അതിന്റെ ഓവർഫ്ലോ ലൈൻ മൂക്കിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചീറ്റുന്നത്. ഇതൊന്നും വാഴയുടെ നിയന്ത്രണത്തിൽ, ഇതെല്ലാം മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന നിയന്ത്രണത്തിലാണ്. അല്ലാതെ അതൊരു സ്കാനിങ് മെഷീനകത്തൂടോ ടെക്നോളജി കൂടോ ഒന്നും തന്നെ. ഒരു പുളിയെന്നൊരു വാചകം കേട്ടാൽ മതി വായി വെള്ളം വരും. ചോറൊന്നും കേട്ടാൽ വരുന്നില്ല, മാങ്ങയെന്ന് കേട്ടാൽ വരില്ല, പുളിച്ച മാങ്ങ കേട്ടാൽ വരും. അത്രത്തോളം കൃത്യമായാണ് ഇവന്റെ ഉള്ളിൽ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും പുളി നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വായി വെള്ളം വരുള്ളൂ, അല്ലാത്തവന്റെ വായി വെള്ളമില്ല. കാരണം എപ്പോഴും നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണോ നമ്മുടെ അച്ഛനും അമ്മയും 7 വയസ്സ് വരെ നമുക്ക് തന്നിരിക്കുന്നത്, ആ സാധനം തിന്നാനാണ് ഇന്നും നിങ്ങൾക്ക് ആവേശം, ആ സാധനത്തിനോടാണ് ഇന്നും കമ്പം. അപ്പോൾ അന്ന് തന്ന അച്ഛനും അമ്മയും എന്ത് തിന്നിട്ടാണ് നമുക്ക് ജന്മം തന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ എല്ലാ വ്യവസ്ഥിതികളും. ആ സാധനം നാട്ടിലോട്ട് നക്കി കൊടുത്തപ്പോൾ ആദ്യമായിട്ട് ഇതിന്റെ മസ്തിഷ്കത്തിൽ മെസ്സേജ് കിട്ടി, ഈ സാധനത്തിനെ ദഹിപ്പിക്കാൻ ഇന്ന രസം വേണമെന്ന്. കേരളത്തില് 200 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ ആഹാരം നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ അവിടുത്തെ ആഹാരമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറത്തൊരു ആഹാരം നമുക്ക് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ആപ്പിള് ഇവിടെ തിന്നാൻ പാടില്ല, ഇവിടെ മുന്തിരി തിന്നാൻ പാടില്ല, ഓറഞ്ച് തിന്നാൻ പാടില്ല, കാരണം ഇവിടെ കൃഷിയില്ല. നമ്മുടെ ആഹാരം പപ്പങ്ങ, ചക്ക, മാങ്ങ, പേരയ്ക്ക, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളരുന്ന ഈ സാധനങ്ങളെ നമുക്ക് തിന്നാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ഷുഗർ രോഗികൾ ഒരു കാരണവശാലും ഗോതമ്പ് കഴിക്കാൻ പാടില്ല, കാരണം ഗോതമ്പ് കേരളത്തിൽ കൃഷിയില്ല. ഏതേത് മണ്ണിനകത്താണോ ഏതേത് ഫലം ഉണ്ടാകുന്നത് അതനുസരിച്ച് അവിടുത്തേതായ ഒരു സംവിധാനമുണ്ട് നമുക്ക്. കേരളത്തിലെ മണ്ണിനകത്ത് ഇതിന്റെ അംശം കൂടുതലാണെങ്കിൽ തമിഴ്നാട്ടിലെ മണ്ണിനകത്ത് ഗന്ധകത്തിന്റെ അംശം കൂടുതൽ. കേരളത്തിൽ സമൃദ്ധിയായിട്ട് ചേരും കാഞ്ഞരവും കൈത പാനയുന്ന കൈത ഇഷ്ടം പോലെ ഉണ്ടാവും. തമിഴ്നാട്ടില് ഗന്ധകം ഉള്ളതുകൊണ്ട് ഗന്ധകം ശുദ്ധി ചെയ്യുന്നത് ആര്യവേപ്പിന്റെ കഷായത്തിലാണ് വൈദ്യൻ. അവിടെ മൊത്തം വെറുതെ കിടക്കാണ് ആര്യവേപ്പ് എവിടെ നോക്കിയാൽ. അവിടുത്തെ മണ്ണിനകത്ത് ഫ്ലൂറിന്റെ അംശം ഉള്ളതുകൊണ്ട് അവിടുത്തെ മണ്ണിനകത്ത് ഇഷ്ടം പോലെ വാളംപുളിയാണ് ഫ്ലൂറിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനം. അവിടുത്തെ ആഹാരവും വാളംപുളി. നമുക്ക് രണ്ടുമുണ്ട്, കുടംപുളിയുണ്ട്. ഇവിടുത്തെ മണ്ണിനകത്ത് ലഡ് കൂടുതലുണ്ട്, പിത്തത്തിന്റെ അംശം കൂടുതലായി വരുന്നുണ്ട്. ഇവിടെ കുടംപുളിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വളരുന്നത്. ഞങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്ന മരുന്നും അത് തന്നെയാണ്. അതിന്റെ കറയുണ്ട് മഞ്ഞ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ഇത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പണ്ടത്തെ സംസ്കാരങ്ങളായിരുന്നു. ഇതെല്ലാം തെറ്റാണെന്ന്, ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വന്നിരിക്കുന്നത്. ഇവിടെ അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യര്, ആഹാരമാണ് മരുന്ന്. ഇതാണ് എന്റെ മുദ്രാവാക്യം. ഇവിടെ മരുന്നുകൾക്ക് യാതൊരു പ്രാധാന്യമില്ല. പണ്ട് അമ്മമാര് ഇതിൽ നല്ല ആഹാരം കൊടുത്ത് കുട്ടികൾ എന്ന് കൊതിപ്പലഹാരം വരെ ഉണ്ടാക്കി എങ്ങനെയൊക്കെയാണ് ആഹാരം ഉണ്ടാക്കി തരേണ്ടതെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവർക്ക് വ്യക്തമായ അറിവും അജണ്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു അമ്മ മക്കൾക്ക് കൊടുക്കുന്ന പണ്ടത്തെ ജാതി ഭേദങ്ങൾ വരെ അതിനകത്താണ് ഉൾപ്പെടുന്നത്. ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ മട്ടനും ചിക്കനും ഇല്ല, അവർക്കറിയാവുന്നതുകൊണ്ട് അവിടെ ഒരു താഴ്ന്ന ജാതിക്കാരനോ ഒരു വേറെ ജാതിക്കാരനോ അവൻ മാംസം തിന്നുന്നവൻ അവിടെ കയറണമെന്ന് പറഞ്ഞു. അത് അവിടെയും അവർ സംസ്കാരത്തെയും അവന്റെ ആഹാരത്തെയുമാണ്. പക്ഷെ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്നതും ഈ പാവപ്പെട്ടവൻ. അവൻ അത് തിന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ആ ആചാരം പോലും ഉണ്ടാക്കി വെച്ച്. ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായ സത്യങ്ങൾ മാത്രമാണ്. അതിനെല്ലാം നമ്മൾ പുറംകാല് വെച്ച് അടിച്ചിട്ട് ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങൾ പഠിക്കാത്തൊരു പാഠമുണ്ട്. അലോപ്പതിയിൽ ഒരു രോഗത്തിനും മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. 1940 ബ്രിട്ടീഷ് പാർലമെന്റുകാരൻ ഉണ്ടാക്കിയെടുത്ത ഒരു അജണ്ടയായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു രോഗത്തിനും മരുന്നില്ലെന്ന്. ഈ ഒരു BP പോലും മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്ത് നമ്മളെ വട്ടന്മാരാക്കിയിട്ട് നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് മെക്കോളയുടെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു. മെക്കോളെ കേട്ടിട്ടുണ്ടാവും. മെക്കോളെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചായിരുന്നു. അതിനകത്ത് അയാൾ 1835 ഫെബ്രുവരി 2-ാം തീയതി അതിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യയുടെ നാട്ടല്ല അടിച്ചൊഴിക്കണമെങ്കിൽ ആദ്യം പോയിട്ട് അവരുടെ സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും തകർക്കാൻ പറഞ്ഞു.
അങ്ങനെ തകർത്തപ്പോഴാണ് നമുക്ക് ഈ അഴിയുണ്ടായത്. ഇവിടെ പരമ്പരാഗതമായി നമുക്ക് എല്ലാ അറിവുകളും, ലോകത്തുള്ള സകല മുനിമാരും, സകല അറിവുകളും, സകല ശാസ്ത്രങ്ങളും ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇവിടുത്തെ മാത്രമാണ് നമ്മുടെ സ്വന്തം അധികാരം, നമ്മുടെ മാതൃഭാഷയും നമ്മുടെ മാതൃത്വത്തെയും നമ്മുടെ ഇന്ത്യയും നമ്മുടെ സംസ്കാരത്തെയും തച്ചുടച്ചിട്ട് സായിപ്പിന് കൂട്ടുനിൽക്കാൻ പോയിട്ട് അവനെ കെമിക്കലോട് നിങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് അവരിവിടുന്ന് എല്ലാവരും ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നെല്ലാം പഠിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു. ഇന്നത്തെ വിക്ടോറിയ പറഞ്ഞ പെൺകുട്ടിയുടെ ഇപ്പോൾ വെളിയിൽ പോയിരിക്കാം, കാനഡയിൽ വന്നിരിക്കുകയാണ്. അവൾ PhD എടുക്കുന്നത് നാച്ചുറോപ്പതിക്കകത്ത്. അത് പഠിക്കാൻ ഇവിടെ നിൽക്കുന്നു. ജർമ്മനിയിൽ ഒരു സ്ത്രീ വന്നു, ഒരു ഡോക്ടർ നാച്ചുറോപ്പതി പഠിക്കാൻ ഇവിടെ വരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡോക്ടർ അല്ലാതെ പിന്നെ ഒരു ട്രാജഡിയുടെ ഡയറക്ടർ MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്ററുണ്ട്. അയാളുടെ ബന്ധുക്കളെ കൊണ്ട് ഇവിടെ വരുന്നു. അമേരിക്കയിൽ USA പ്രദീപ് ചാരി എന്ന് പറഞ്ഞ ലോകോത്തര സയന്റിസ്റ്റ്, ഏറ്റവും വലിയ സയന്റിസ്റ്റ്. റോസൽ പാർക്കിൽ അയാൾ ഡോക്ടറായിരുന്നു, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റും കൂടിയാണ്, 2 PhD എടുത്ത ആളാണ്. അവരെപ്പോലുള്ള ആൾക്കാരാണ് എല്ലാവരും പറയണു അലോപ്പതിയിൽ ഒരു മരുന്നുമില്ല, ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, ഗവൺമെന്റ് ഗസറ്റ് വിജ്ഞാപനമുണ്ട്, DPക്ക് പോലും മരുന്നില്ലെന്ന്, താൽക്കാല ശമനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ട് അത് വലിയ ശാസ്ത്രമാണെന്ന് പറഞ്ഞ് തെളിയിക്കുന്ന സംസ്കാരത്തിലേക്കാണ് നിങ്ങളെല്ലാം പോയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ശരിയോ തെറ്റോ? ഒരു ഞൊണല് വന്നാൽ എന്റെ കയ്യിൽപ്പെട്ട് ഒരു കൊച്ചു, ഞാൻ ഈ വീഡിയോക്കകത്തുണ്ട്, ഒരു അരിമ്പാറ വന്നപ്പോൾ അതിൽ ബയോപ്സി ചെയ്ത ശാസ്ത്രമാണെന്ന് പറഞ്ഞത്. കാലിന്റെ പുറത്തൊരു കുരു വന്നു, ആ കുരുവിന് കൊണ്ടുപോയിട്ട് അവര് ബയോപ്സി ചെയ്തു. ആ ബയോപ്സി ചെയ്തപ്പോ ക്യാൻസർ ഡിക്ലെയർ ചെയ്തു. ഇവിടെ വന്ന് ശകലം കടുക്കാത്തോടി ശകലം തേന് കൂടെ ഉരച്ചു കൊടുത്ത് ഇവിടെ പെട്ട് മുട്ടിയപ്പോ 3ന്റെ അന്ന് പോയ കൺകുരു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞൊണലി വന്നൊരു പെൺകുച്ചിനെ അത് 2 മാസം വരെ ചികിത്സിച്ചു, ഭേദമായില്ല. അവസാനം ബയോപ്സിക്ക് വിട്ടു. ചെറിയൊരു ഞൊണല് തിരുവനന്തപുരത്ത് വന്നു. ആ പെൺകുട്ടി ഇവിടെ വന്ന് ഞാൻ അൾസറിന്റെ മരുന്ന് കൊടുത്തു, അസുഖം മാറിക്കഴിഞ്ഞപ്പോ അൾസറിന്റെ മരുന്ന് എന്ത് വന്നില്ലോ, വെറും പച്ചമരുന്ന് 13. നിങ്ങൾ ഏത് കരട് വൃത്തിയാക്കാനും കൂളത്തിന്റെ ഇല, കയ്യെണ്ണ, കറുകപ്പുല്ല്, ആടലോളത്തിന്റെ പേര് അല്ല ആവണക്കിന്റെ വെളുത്താവണക്കിന്റെ ഇല, കടലാവണക്കിന്റെ ഇല വെളുത്തത്, പൂച്ചമൈക്ക് അല്ലെങ്കിൽ കുപ്പമേനി, നിലപ്പറണ്ട, തുളസി, മഞ്ഞൾ, ശകല ജീരകം, ഇത് അരച്ചു കൊടുത്താൽ മാറാത്ത ഒരു കരൾ രോഗമില്ല. ഏത് യുവസുഖസുഖാരൻ ഇത് കൊടുത്താൽ മതി, ട്രൈ ചെയ്ത് നോക്കാം ആർക്കും. എന്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ മൊത്തം ഓപ്പണാണ്, എല്ലാം നെറ്റിലിട്ടുണ്ട്, സകലം നിങ്ങൾ നെറ്റില്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റാത്ത സാധനത്തിൽ ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് ആരും വേണം ഇവിടെ എന്റെ കയ്യെഴുത്ത് പുസ്തകം ഒരൊറ്റ വൈദ്യം വെക്കൂല, കയ്യെഴുത്ത് പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. ആർക്കുള്ള മരുന്ന് എഴുതിക്കൊണ്ട് പോയിക്കോളി, ഏത് രോഗത്തിലാന്ന് പറഞ്ഞാൽ മതി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതിക്കൊണ്ട് പോവാം. അത് നമ്മൾ മനസ്സിലാക്കാതെ ഇതെല്ലാം തട്ടിപ്പ ശാസ്ത്രമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു ഉത്തരവില്ല. ഇതിനകത്ത് വിശ്വസിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണെന്ന് ഇരിക്കണേ ആണെങ്കിൽ പറയാ. എല്ലായിടത്തും പോയി സകലമാനം ആ പെൺകുച്ചിനെ കഥയറിയണം. ആ ഞോല വന്ന പെണ്ണിന്റെ 1 കൊല്ലം കഴിഞ്ഞ് അവൾക്ക് കാലയിലൊരു പരു വന്നു, ചെറുത്. അത് പഴുത്തപ്പോ ആ കുട്ടി ആരെടുത്തും പോയില്ല. പരീക്ഷ തീർന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ 4 മണി ചെടിയും ചില ആവണക്കെണ്ണയും കൂടെ ചൂടാക്കി അതേ വെച്ച് പൊള്ളിച്ച് ആ പൈപ്പ് മൊത്തം പൊട്ടിച്ചെടുക്കുന്ന പൊടിച്ചോണ്ട് ചോദിച്ചു, മോളെ നീ എന്താ അവിടെ കാണാൻ പോയി അങ്ങ് പൊട്ടിച്ചറിഞ്ഞായിരുന്നു. വൈദ്യുതി ഞുണല് വന്നപ്പോ അവർ ക്യാൻസർ ആക്കി, ഇത് മഹാക്യാൻസർ ആക്കി മാറ്റിക്കളയും, അതുകൊണ്ട് പേടിച്ച വൈദ്യുതി പോവാഞ്ഞു. അങ്ങനെ മൊത്തം നമ്മൾ ഭയപ്പെടുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഭയപ്പെടുന്നു. ഭയപ്പെടുത്തുകയാണ് ജോലി. ഇനി ഒരു കോൺഫറൻസ് നടന്നു ഡൽഹിയിൽ, അതിനകത്ത് ഡോക്ടർമാരുടെ, അതിനകത്ത് ഒരു ഡോക്ടർ എനിക്കൊരു മെസ്സേജ് വെച്ച് തന്നു. അവർ ചോദിച്ചു ഒരു സോപ്പ് മേടിക്കുന്നത് എങ്ങനെയാണ് എന്ന്, ഒരു സോപ്പ് എങ്ങനെയാണ് പബ്ലിക്കിനെ എന്റെ കസ്റ്റമറെ കൊണ്ട് മേടിപ്പിക്കുന്നത്. ആദ്യം അവന്റെ ശരീരത്തെ പറഞ്ഞ് പഠിപ്പിക്കണം. നിന്റെ ശരീരത്തിൽ കീട്ടാണു ശല്യപ്പെടുത്തി നിനക്ക് രോഗമുണ്ടാക്കുമെന്ന് ആദ്യം പഠിപ്പിക്കണം. ആ കീട്ടാണുവിനെ കൊല്ലാനാണ് സോപ്പ് വേണ്ടത്, അല്ലെങ്കിൽ ആർക്കും സോപ്പ് വേണ്ട. മനസ്സിലായോ? ആദ്യം എന്തുണ്ടാക്കണം? കീട്ടാണുവിനെ ഉണ്ടാക്കണം, രോഗം ഉണ്ടാക്കണം. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സോപ്പ് കഴിക്കത്തുള്ളൂ. അതേപോലെ നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ രോഗിയായിട്ട് ഡിക്ലെയർ ചെയ്യണം, എന്നാലേ നിങ്ങൾ മരുന്ന് കഴിക്കുള്ളൂ. ഇതാണ് ഇതിന്റെ തത്വം. ഇതാണ് ഇതിന്റെ അവര് ക്ലാസ് കൊടുക്കാറുണ്ട്, ഡോക്ടർമാർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. ആര് വന്നാലും രോഗത്തെ പറഞ്ഞ് പേടിപ്പിക്കണം, ആദ്യം വിരട്ടണം. രോഗം പിടിക്കുന്നത്
ശരീരത്തിലല്ല. ശരീരത്തിൽ ഒരു രോഗവും പിടിക്കില്ല, മനസ്സിനാണ് രോഗം പിടിക്കുന്നത്. വളരെ നാഗേന്ദ്രൻ വന്നു, എത്ര മിനിറ്റ് നമ്മൾ സംസാരിച്ചു? 5 മിനിറ്റ്. 5 മിനിറ്റ് പകുതി ദിവസം പോയോ ഇല്ലയോ? നിന്റെ കയ്യില് ഇത്രയും ഫയലുകൾ ഇരിപ്പുണ്ട്. എന്നെടുത്ത് കാണിച്ച് വേണ്ട. ഇത്രയും വയലിനകത്ത് ഒത്തിരി എക്സ്റേ, MRI, HRI ഒക്കെ എടുത്തു. അതിനകത്തൊന്നും ഇതുവരെ രോഗം എന്താണെന്ന് നിർണ്ണയം നടത്തിയില്ല. എന്താ രോഗം അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആ കുട്ടിക്ക് ഇപ്പോഴും അറിയില്ല. ഒത്തിരി നാളുകൊണ്ട് സൂക്കേടാണെന്ന് നടക്കാം, അതിന് സൂക്കേടില്ല. രാവിലെ വന്ന് ഞാൻ ആ കുട്ടിയോട് ഇന്ന രോഗമാണെന്ന് പറഞ്ഞപ്പോഴേ കുട്ടിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ആ ഭയം എന്നെ കാണിച്ചില്ല. അല്ല, യഥാർത്ഥ രോഗം ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ക്ലിയർ അല്ലേ നമ്മളെ? ക്ലിയർ ആണോ ഇല്ലയോ? സമ്മതിക്കാമോ? സമ്മതിക്കും. ഇത്ര ഇവിടെ വന്ന് ആരെ ഞാൻ ഫയലെടുത്ത് നോക്കി? ആരും നോക്കില്ല. നോക്കിയാൽ തന്നെ ഞാൻ എന്റെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ഞാൻ ഫയൽ വെച്ചിട്ടുള്ളൂ. ആണോ ഇല്ലയോ? എന്റെ കണക്കൂടെ തെറ്റിയിട്ടുണ്ടോ? നായി വീഡിയോ ഒന്നുമല്ല, അനുഭവ സമ്പത്ത് തന്നെയാണ്. അതൊരു എക്സ്റേയുടെ ആവശ്യമില്ല. അത് വിശ്വസിക്കണമെങ്കിൽ ആദ്യമേ ഈശ്വരനെ വിശ്വസിക്കണം. അവനെ കൂടി അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ രോഗവും മാറില്ല. അവനെ കൂടി അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കത്തുമില്ല. ഈ ശരീരം മിഥ്യയാണെന്നും ശവം മുറിച്ച് കീറിയിട്ട് പഠിക്കാൻ പറ്റില്ല. ജീവനുള്ള ശരീരത്തിൽ മരുന്ന് കൊടുത്താൽ മനസ്സിലാവും. അങ്ങനെ പഠിക്കണം. ശവത്തിനകത്ത് കീറിയിട്ട് ഇതിനകത്ത് അതാണ്, ഇതാണ്, കോളയാണ്, മാളയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നടക്കുവോ? ശവത്തിനകത്ത് പഠിക്കണേ. ആ പഠനം അല്ല വേണ്ടുന്നേ. യാഥാർത്ഥ്യം മനസ്സിലാക്കാദ്യം. ഒരു ലാബിൽ കയറി ടെസ്റ്റ് ചെയ്യാൻ കയറുമ്പോ, ആ ലാബിലോട്ട് കയറുമ്പോൾ നിങ്ങൾ പഠിച്ചു നോക്ക്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ടെമ്പറേച്ചർ മാറിയാൽ AC റൂമിക്കകത്തിരിക്കുന്നവൻ വെളിയിൽ വരുന്നവരുടെ അകത്തോട്ട് കയറ്റിയാൽ ആ രണ്ടും തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. അവിടേക്ക് അവനെ ആദ്യമേ ആ ടെമ്പറേച്ചറോട്ട് യോജിപ്പിക്കണം. അവന്റെ മനസ്സിനകത്ത് ഷുഗർ രോഗിയാണെങ്കിൽ ആദ്യം അവനെ മനസ്സ് തളിപ്പിക്കണം. ടെൻഷൻ അടിച്ച അപ്പ ഷുഗർ കൂടും, ടെൻഷൻ അടിച്ച അപ്പ BP കൂടും. കൂടൂലേ? കൂടും. ഇത് സത്യങ്ങളാണ്. ടെൻഷൻ അടിച്ച കൂടുന്നത് ശാസ്ത്രമല്ല എന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെ? ഇത് സത്യങ്ങളല്ലേ? ആണോ ഇല്ലയോ? ടെൻഷൻ അടിച്ച ഷുഗർ കൂടുകയില്ലയോ? കൂടും. അത് സത്യമല്ല എന്ന് പറയരുത്. ടെൻഷൻ അടിച്ച BP കൂടും. അപ്പൊ അവനെ ആദ്യമേ സമാധാനപ്പെടുത്തണം. ആ സമാധാനപ്പെടുത്തിയിട്ട് ബ്ലഡ് എടുക്കുമ്പോ ഇത് 43 ഡിഗ്രി ആയിരിക്കണം, സിറിഞ്ച് 43 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ വെച്ച് എടുക്കരുത്. ഞാൻ പഠിക്കാൻ പോയതാ, വലിയ കോളേജിലാ പോയത് ഞാൻ പഠിക്കാൻ. ലാസ്റ്റ് അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, വൈദ്യുതി ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇതിനകത്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴാണ് നിർത്തിയാൻ. കാരണം അങ്ങോട്ട് എടുക്കുമ്പോ അരമണിക്കൂർ കൊണ്ട് എടുത്ത് ഇപ്പുറത്ത് വെക്കുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് 1 സെക്കൻഡിനകത്ത് 10 മുതൽ 15, 25 ലക്ഷത്തിപ്പരം RBC ജനിച്ചു വയ്ക്കുന്നത് പഠിച്ച നമ്മള് 1 സെക്കൻഡിനകത്ത്. അപ്പോൾ ഇത്രയും സമയം നടക്കുമ്പോൾ അരമണിക്കൂറുണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു? എത്ര ജീവനുള്ളതുണ്ട്, എത്ര ജീവനില്ലാത്തതുണ്ട്? ആരെ തലയിൽ കയറുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് പുറത്തു വെക്കുമ്പോ അതിനകത്ത് സൊല്യൂഷൻ ഇല്ലേ? ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റീഏജന്റ് 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ആവാൻ പാടുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒറ്റയൊട്ടിനും കഴിയില്ല. അവിടെ ഏത് പ്ലെയിനകത്താണ് ഇങ്ങോട്ട് വരുന്നത്, അവിടെ കൊണ്ടുവരുന്ന എസിക്കകത്താണോ ഇരിക്കുന്നത്, ഏത് ടെമ്പറേച്ചറാണ് ഈ ശരിയാക്കി വെക്കുന്നത്, അതൊക്കെ ശരിയാക്കി വെച്ച് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോ ഇപ്പോഴത്തെ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ 45,000 രൂപ ചെലവാ. ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ 45,000 രൂപ ചെലവാണ് നേരാമണം ചെയ്യുന്നതിന്. അത് ഇന്ത്യയിൽ കേരളത്തിൽ 2 മെഷീനേ ഉള്ള ആപ്പാടെ. അത് വലിയമാർക്കുള്ളതാ, അത് നിങ്ങൾക്ക് എനിക്കുള്ളതല്ല. ഇത് പറയുന്ന തെറ്റാ. ഷുഗർ കണ്ടുപിടിക്കാൻ 10 ലാബിൽ കയറിയാൽ 10 റിസൾട്ടാണ്. അത് ശാസ്ത്രമാണ്. നിങ്ങൾ ഒരു രാവിലെ പോളൂ, അടുത്ത രാവിലെ ഇവിടെ ഒരാൾ വന്നു കിറ്റ് ഫെയിലായിട്ട് കോട്ടയത്ത് വന്നു 10.5. ആ 10.5 കൊണ്ട് ഇവിടെ വന്ന് എന്നെ വലിയ 2 കിഡ്നി പോയി. ഞാൻ നോക്കിയപ്പോ വലിയ നീരൊന്നും കാണുന്നില്ല. കിഡ്നി ഫെയിലായി കഴിഞ്ഞാൽ നീര് വരേണ്ടത് സ്വാഭാവികമാണ്. നീരില്ല. ഞാനിവിടെ ഒരു ആട്ടോക്കാരനെ വിട്ടിട്ട് 5 ലാബിൽ പോയിട്ട് ഒറ്റ സമയത്ത് ചെക്ക് ചെയ്തിട്ടാൻ പറഞ്ഞു. അരമണിക്കൂർ 5 ലാബിൽ ടെസ്റ്റ് ചെയ്തു. ഒരു ലാബിൽ 10.3, വേറെ ലാബിൽ 9.97. ഞാൻ നെറ്റിട്ടിട്ടുണ്ട്, ആർക്ക് വേണം നോക്കാം. ഒരു ലാബിൽ 8.7, ഒരേ ലാബിൽ 3.8, ഒരു ലാബിൽ 1. 1 എന്ന് പറഞ്ഞ അർത്ഥം അവന് 2 കിഡ്നി ഓക്കെയാണ്, ഒരെണ്ണം വേറെ ആൾക്ക് ദാനം ചെയ്യാം. 3.8 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയാലിസിസ് ഇരിക്കും. 10.3 എന്ന് പറഞ്ഞാൽ നീ ഇനി ജീവിക്കില്ല. വേഗം ഡോണറെ വിളിച്ചു, വെളിയിലോട്ട് ഇറങ്ങരുത്. ഇതിലെ ഒരു റിപ്പോർട്ടും കണ്ടുകൊണ്ട് നമ്മളെ ശരിയാക്കരുത്. നിങ്ങൾ വെറുതെ പേടിക്കുന്നു പറയുന്നത് അശാസ്ത്രീയോ? ഇത് അശാസ്ത്രീയോ? ഈ തട്ടിപ്പിന്റെ ഇടയ്ക്ക് പോകാതെ നിങ്ങൾ രക്ഷപ്പെടാൻ പറയുന്നത്
തട്ടിപ്പ. നിങ്ങൾ എല്ലാ തട്ടിപ്പും കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കണേ? ആണോ ഇല്ലയോ? സകല തട്ടിപ്പും കഴിഞ്ഞു വന്നതിന് കല്ലിന്റെ കാര്യം ചോദിക്കുന്നത്. പിത്തസഞ്ചിയിലെ കല്ല് എത്ര പേർക്ക് അവിടുന്ന് പോന്നെ? അതിന്റെ അവര് ചോദിക്കുന്നത് കല്ല് നിങ്ങൾ എങ്ങനെ എടുക്കുക? പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കല്ലെടുത്ത് കാണിക്കുമോ? അതോ ഓരോരുത്തർ എഴുതിയിരിക്കുക? ഡോക്ടർമാരെ എഴുതുന്നേ വൈദ്യുതി പോക്കറ്റ് ഇട്ടിരിക്കും കല്ലാറ്റ്, എന്നിട്ട് അതെടുത്ത് കാണിക്കും. മാജിക്കാം. എങ്ങനെയാണ് ശാസ്ത്രം എന്നിരിക്കുന്നത്? ഇയാൾക്ക് എന്റെ ശാസ്ത്രം അറിയോ? ഇവിടെ ആദ്യം പോയിട്ട് അന്നനാളൊന്ന് പഠിക്കും. കല്ല് എവിടെ ഇരിക്കുന്നത്? പിത്തസഞ്ചി എവിടെ ഇരിക്കണേ? പാൻക്രിയാസ് എവിടെ ഇരിക്കണേ? ഡിയോഡിനത്തിലാണ്. ഒരു സൈഡിൽ പാൻക്രിയാസും ഒരു സൈഡിൽ പിത്തസഞ്ചിയുടെ ഒരു സഞ്ചിയല്ല, അത് കരളിന്റെ ഒരു ഭാഗമാണ്. അത് നാളെ നിങ്ങൾ വെറുതെ അവിടെ പറഞ്ഞ ഇതിന്റെ ആവശ്യമില്ല കട്ടി കളഞ്ഞേന്ന് പറയുമ്പോ പിത്തസഞ്ചി എടുത്ത് കളഞ്ഞോട് പോയി ചോദിക്കാം. അവന് പിന്നെ വിശപ്പുണ്ടാവില്ല, എപ്പോഴും വിശപ്പായിരിക്കും. ദേഷ്യം വന്ന അപ്പാണ് നെഞ്ചരിയും. വിശപ്പെന്ന് പറഞ്ഞാൽ സാധനം പിന്നെ കാണൂല. അത് ഞങ്ങളുടെ പരിപാടി ഇത്രേ ഉള്ളൂ. പിത്തസഞ്ചി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അതിന് നാരങ്ങാനില്ലാത്ത പരിപാടിയാ. അത് ഈ രണ്ടെണ്ണത്തിലും 1.5 മണിക്കൂർ ഡിയോഡിനത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വന്ന് കിടക്കും. അവിടെ മിക്സിംഗ് ഉണ്ട്. ആ മിക്സിംഗ് സമയത്ത് ഇവൻ രണ്ടിലാകും കയറും. പാൻക്രിയാസിലും കയറും, പിത്തസഞ്ചിയിലും കയറും. അത് അഴിച്ചുകൊണ്ടിരിക്കും, പുറത്തു വരും. പിറ്റേ നേരം 13 മണിക്കൂർ ഒരു 90% ആൾക്കാരുടെ പാൻക്രിയാസിൽ പിത്തസഞ്ചിയിൽ കല്ല് പോകുന്നുണ്ട്. ചില ആൾക്കാർക്ക് പോകുന്നില്ല. കാരണം ഈ കല്ലുകൾ എല്ലാം ഒരേ ടൈപ്പല്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട്. കിഡ്നിയിൽ തന്നെ കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ സാധനമുണ്ട്. പിത്തസഞ്ചിയിൽ ഇരിക്കുന്ന കല്ലല്ല. എനിക്ക് ഒരു പെണ്ണിനെ ഇതുവരെ കല്ല് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാം കിട്ടിയിരിക്കുന്ന സ്ലെഡ്ജാണ്, കൊഴുപ്പടിഞ്ഞു കൂടുവാണ്. എന്നാൽ പാൻക്രിയാസ് അങ്ങനെയല്ല. പാൻക്രിയാസ് കല്ലുണ്ട്. അത് ചെറിയ ചെറിയ നമ്മുടെ ജീരകത്തിന്റെ അത്രയൊക്കെ വരുന്ന കല്ലുകൾ പറക്കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും അറിയാൻ വയ്യാതെ ഇവിടെ വന്ന് നിന്ന് ഒരു പ്രാവശ്യമെങ്കിൽ ഈ കുട്ടികൾ ബഹളമുണ്ടാക്കുന്നവരോട് ഇവിടെ ഒന്ന് വന്നൊന്ന് കല്ല് നോക്കിയിട്ട് പാമ്പ ഇവിടെ എന്താ നടക്കണേന്ന് നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? രോഗം മറ്റൊരാന്ന് ഇല്ല, പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോ എത്ര പേരെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ? അങ്ങോട്ട് കാണിക്കും. 15 പേര് കൊണ്ടുവരും. ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു സുഖം? ആ, അൾസർ, ക്യാൻസർ, ഷുഗർ. ഇപ്പൊ നിങ്ങൾ നാട്ടുകാരെല്ലാം എവര് വേണമെങ്കിൽ പറയും നിങ്ങൾ ഏജന്റാന്ന് പറയുമ്പോൾ ഞാൻ കമ്മീഷൻ തന്നെ വെച്ചിരിക്കുന്ന വേണമെങ്കിൽ അവർ പറഞ്ഞത്. ആ തരത്തിലുള്ള സംവിധാനമാണ്. അവരുടെ മനസ്സാക്ഷി കൊണ്ട് അവർ കുറച്ച് ആൾക്കാർ ബാക്കിയെല്ലാം തട്ടിപ്പോയിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. രോഗമാണെന്നുണ്ട്, മാറാത്തവരുമുണ്ട്, ഇല്ലേ? മരിക്കുന്നവരുമുണ്ട്. എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാർ ആശുപത്രി മരിച്ചാൽ നിങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. ലക്ഷങ്ങൾ വാരി എറിഞ്ഞ പറ്റി തട്ടിപ്പിച്ചിട്ട് നിങ്ങൾ വെളിയിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല. നിങ്ങൾ പോരും, തിരിച്ചു പോലും ചോദിക്കില്ല. ഇവിടെ കല്ല് പോയില്ലെങ്കിലോ അല്ലെങ്കിൽ അസുഖം മാറിയില്ലെങ്കിലോ നിങ്ങൾ പൈസ തിരിച്ചു വയ്ക്കാൻ പറ്റുന്ന ആൾക്കാരുമാണ്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ലക്ഷത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം കൂടെ അപ്പോഴേ ഒതുക്കി കഴിയും. ശരിയല്ലേ? എല്ലാവരും കൂടെ കൂടിയിരിക്കാം. അതിനകത്ത് ഒരു ആരോ ഒരാൾ ഫേസ്ബുക്കിനകത്ത് ഇട്ടു, ഞാൻ ചികിത്സിച്ചതിന് ശേഷം അവർ മരിച്ചുപോയി. 1000-100 ആൾക്കാർ ചിന്തിക്കുമ്പോൾ അത് അവരുടെ ആരും ഒരാളുടെയെങ്കിലും ആയുസ് ഒരു മിനിറ്റ് കൂട്ടിത്തരാൻ ഏതെങ്കിലും ഒരു വരും പറ. 15 കൊല്ലം ഗ്യാരണ്ടിയും 15 കൊല്ലം 20 കൊല്ലം ഗ്യാരണ്ടിയും പറഞ്ഞ ഡോക്ടർമാരുടെ നമ്മുടെ നാട്ടില് ഒരാളെന്നോടെങ്കിലും പറ ഒരു നിമിഷം മാറ്റി എന്റെ ഒന്ന് കൂട്ടിത്തരാമെങ്കിൽ ഞാൻ എന്റെ എല്ലാ അമേരിക്കും അവരെ ദാഹപ്പണി ചെയ്യാൻ ഞാൻ ആർക്കും പറ്റില്ല. പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഒരു മിനിറ്റ് നീട്ടിക്കില്ല. എന്നാ പിന്നെ നിങ്ങൾ ദൈവവിശ്വാസി ആവരുത്. നിങ്ങൾ അമ്പലങ്ങളിലും പള്ളിയിലൊന്നിനും മേലെ കയറാൻ പാടില്ല. ഈശ്വരൻ വിശ്വാസിയാണെന്ന് പറയാൻ പാടില്ല. നമ്മുടെ എല്ലാം ജനനവും മരണവും നിശ്ചയിക്കപ്പെട്ടതാണ്. സമയമാകുമ്പോൾ എല്ലാവരും പോകും, ഞാൻ ഇപ്പോൾ പോകും. അതിനാരും സൗജന്യമൊന്നും വേണ്ട. ഇതിനെ കൃത്യമായി കണക്കാക്കാനും കാണാനും ഇതിനെ കൃത്യമായി ഞാൻ ഇത്രേ പറഞ്ഞോളൂ. നല്ല ആഹാരം കഴിക്കാൻ പറയുന്നത് തെറ്റാ? ഇവിടുന്ന് അരിയും പച്ചക്കറിയും ഞാൻ കൊടുക്കും. ആ പച്ചക്കറി അരിയും നിങ്ങളോട് കഴിച്ചതിന് ശേഷം ഈ നാട്ടുവൈദ്യം അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. അതിനെല്ലാം കുറിപ്പടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുറിപ്പടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് കാശില്ലാത്തവരോട് പറയുന്നു അവിടുന്ന് ആ കുറിപ്പടി എടുത്ത് നിങ്ങളുടെ നാട്ടിലുള്ള വൈദ്യന്മാരെ കൊണ്ട് ഉണ്ടാക്കിച്ച് കഴിക്കുക. ഒരു കാരണവശാലും പാക്കറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന കഷായങ്ങളും അരിഷ്ടങ്ങളും ആസനങ്ങളും ലേഹ്യങ്ങളും കഴിക്കരുത്. കാരണം അതിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്ന പ്രിസർവേറ്റീവാണ്, കീടനാശിനി അടിച്ചു വെച്ചിരിക്കുന്നു. ആ കീടനാശിനി കഴിക്കരുതെന്ന് പറഞ്ഞത് തെറ്റാ? കീടനാശിനി അടിച്ചത് കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിങ്ങനെയാണ് ഒരു ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഉള്ളിൽ കയറിയത് പെറ്റ് പെരുകുന്നതിനാണ് വലിക്കാന്ന് പറയണേ. അത് വലിക്കാതിരിക്കാൻ അതിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നതിന്റെ പേര് കീടനാശിനി അല്ലാതെ പ്രിസർവേറ്റീവ് എന്നല്ല. കീടനാശിനി അടിച്ചു വെച്ചിരിക്കുന്നു. അത് തിന്നാൽ നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയ സഹായിക്കുന്ന 75 ബില്യൺ കൂടുതൽ
ഈ കോശങ്ങളുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടിയാണ് ബാക്ടീരിയ വൈറസ് നമ്മുടെ ആമാശയത്തിന്റെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നത്. ഈ പ്രിസർവേറ്റീവ് കഴിക്കുമ്പോൾ ആദ്യം അതിനെയാ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ആയുർവേദ മരുന്ന് കഴിച്ചാലും വയറ് കേടാവുന്നത്. അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ വയറ് കത്തുന്നതിന്റെ കാരണം അതാണ്. ഈ ബാക്ടീരിയയാണ് കൊല്ലുന്നത് ആദ്യം. ഇത് പറയുന്ന തെറ്റാ. ഇതൊക്കെ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാവും. പഠിപ്പില്ലാത്തവരും ഇതൊക്കെ ഉള്ളവർ ഇത്രയും നാൾ കൊണ്ട് പഠിച്ചത് മൊത്തം പൊട്ട തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാനുള്ള ഒരു മൂളയുണ്ടെങ്കിൽ എന്റെ കൂടെ ഇരിക്കാം. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എല്ലാം ഇത് മനസ്സിലാവും. നമ്മുടെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉള്ളി കച്ചവടത്തിൽ മാത്രമുള്ളതാണ്. അല്ലാതെ ആരും നന്നാക്കാനോ ആദര സേവനമൊന്നും അല്ല ഇവിടെ. എല്ലാം വെറും കച്ചവടമാണ്. കച്ചവടത്തിന്റെ ഭാഷ മാത്രമേ അറിയുള്ളൂ, അതേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ നളന്ദയും തക്ഷശിലയൊക്കെ ആയിരുന്നു ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ. ആ യൂണിവേഴ്സിറ്റി എല്ലാം ഈ ബ്രിട്ടീഷുകാരൻ വന്ന് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവന്റെ ചികിത്സാ സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്ന് പാസ്സാക്കി. എന്നിട്ട് അവൻ ഇവിടുന്ന് എല്ലാം കൊണ്ടുപോയി അവന്റെ മ്യൂസിയത്തിലിരിക്കാൻ നമ്മുടെ താലിവലകളും നമ്മുടെ പുസ്തകങ്ങളും എല്ലാം അവന്റെ മ്യൂസിയത്തിൽ കയറിയിരിക്കുന്നു. ഇതിനെ നമ്മളെ കൊണ്ട് എല്ലാവരും ഇത് അവജ്ഞയാക്കി കാണിച്ചിട്ട് അച്ഛന്റെ കയ്യിൽ തലമുണ്ടെങ്കിൽ തന്നയുടെ കയ്യിൽ തലമുണ്ടെങ്കിൽ മോന്റെ കയ്യിൽ തലമ്പ് കാണുമെന്ന് പറയുന്ന ശാസ്ത്രമാണ് ആയുർവേദമെന്നും പാരമ്പര്യ വൈദ്യമെന്നും. എന്നിട്ട് ഡോക്ടർമാർ ആയുർവേദ ഡോക്ടർമാർ എന്ത് ചെയ്തു? അവരെ കൂടെ കൊണ്ടു നിർത്തി അവന് കൊള്ളു ഒഴിച്ചു കൊടുത്തു. അവർ കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞാത്ത കയ്യിലാണ് ആയുർവേദം കുത്തിയിരിക്കണേ. ഇത് പറയുന്ന തെറ്റാ? പറ. ദൈവന്റെ വിളിച്ചുവരോ ഒരാളോട് പറയാൻ പറ. 10 കുറുന്തോട്ടി കണ്ടാൽ തിരിച്ചറിയാൻ നിർത്തുണ്ടെങ്കിൽ വരാൻ പറ. എന്തിന്? ആയുർവേദ ഡോക്ടർമാരോട് കുപ്പിയിലടച്ചിരിക്കുന്ന സാധനം എഴുതി കൊടുക്കുന്ന ഒരു ഏജന്റായി മാറിയിരിക്കുന്നു. ഇത് വിദ്യാഭ്യാസം പറഞ്ഞു. ഇവിടെ എവിടെയാ തെറ്റുപറ്റിയ? ആർക്കാ തെറ്റുപറ്റിയ? നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണം എന്റെ കൂടെ കൂടാൻ. ഇവിടുത്തെ വൈദ്യത്തിന് ഇത്രയും ചെയ്തിട്ടും ഇത് ഇവിടെ കേരളത്തില് എന്നെ ഒതുക്കാനായിട്ട് എല്ലാവരും കൂടി. ആദ്യം ഇവിടെ എക്സൈസ് കയറി വന്നു, ആലപ്പുഴയിൽ നിന്ന് ഫ്ലൈ സ്കൂൾ കയറി വന്നു. അവസാനം ഒരു പിടിയും കിട്ടിയാതെ വന്നപ്പോ ADGP, മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ്, കളക്ടർ, 2 DMO, SP, DYSP, 2 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും പത്രക്കാരും ചാനലുകാരും കൂടെ ഇവിടെ നിന്ന് ഷൂട്ടിങ് നാടകങ്ങൾ കുറെ കളിച്ചതാ. എന്നിട്ട് അവർ എന്തുകൊണ്ട് കൂട്ടാതെ പോയി? കൂട്ടിയിട്ട് പിന്നെ അവർ തന്നെ തുറന്നു. എന്ത് കാരണം? പബ്ലിക് എല്ലാം കൂടെ പോയി. അവിടെ എല്ലാ DM ഓഫീസിലും പോയി, കളക്ടറടുത്ത് പോയി, SP ഓഫീസിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയി. ഞങ്ങൾക്ക് മരുന്ന് ഇന്ന് വരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് അത് മൊത്തം കിടപ്പുണ്ട്. നിങ്ങൾ പാലിക്ക് കയറായിട്ടാണ് ഞങ്ങൾ അവിടെ അടുത്ത് പോയത്. ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ എല്ലാ അലോപ്പതി ആയുർവേദവും ഹോമിയോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഞങ്ങൾ സുഖം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കച്ചവടക്കാരന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ. ഒരു പെൺകുട്ടി നേഴ്സ് വിളിച്ചൊരു പെൺകുട്ടി കളക്ടറടുത്ത് അവിടെ ചെന്ന് പറഞ്ഞത്, സാറേ ഇത് കണ്ടോ 4 ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നോട് കീമോ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ മുട്ട കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ എല്ലും തൊലിയായിട്ട് ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു അവസരം ഇവിടെ കഴിഞ്ഞാൽ ചാവുമെന്ന് പറഞ്ഞു. അല്ലെ വൈദ്യോട് പറ മരുന്നുണ്ടാക്കി തരാൻ പറയുമ്പോൾ വൈദ്യുതി നിങ്ങൾ പറയാതെ വൈദ്യുതി മരുന്ന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് പറഞ്ഞത്. കാരണം കേരളം മൊത്തം എഴുതി വന്നിട്ടും ഇത് നിർത്തിയിട്ടില്ല. നിർത്തിയോ? ഇപ്പോഴും ഞാൻ ഫോൺ പോലും എടുക്കാതാണ് ഈ വന്നിരിക്കുന്നത്. ഇതൊരു ബിസിനസ് ആണെന്ന് നിങ്ങൾ 15 പേരെ കൊണ്ടല്ലേ ഇത്ര നാളായിട്ട് ഇത് ബിസിനസ് ആണോ ഇത് അന്ന് പറഞ്ഞോ? എത്ര നാളുകൾ നിങ്ങൾ കാണുന്നു? ഇത് ഭയങ്കര ബിസിനസ്സാണ്, തട്ടിപ്പാണ്, മാജിക്കാണ്, ഇത് മന്ത്രവാദമാണ്, കോടയാണ്, മാറയാണെന്ന് പറഞ്ഞ് ഇറക്കുന്നതിന് മുമ്പിട്ട് ഈ പറയുന്നവരോടൊക്കെ ഒന്ന് ദേവി ഇത് ഇവിടെ വരെ വന്ന് ഇത് കാണാൻ പറ. ആർക്കും ഇവിടെ ഒരു രഹസ്യമില്ല, ഒരു മരുന്നിക്ക് രഹസ്യമില്ല. ചിത്തസഞ്ചിയുടെ പാൻക്രിയാസിന്റെ മരുന്ന് കഴിക്കാൻ അമ്മ നടക്കണേ, അത് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇടക്കുന്നതെന്ന് കാണിച്ചു തരണം. ഇത് പറയുമ്പോൾ അവർക്ക് അടുത്ത പണി നോക്കാനാ. അലോപ്പതി അങ്ങനെ സാധനമില്ല, ആർക്ക് കണ്ടിട്ടേ ഉള്ളൂ. ഒന്നോ ഇല്ലെന്ന് വരുന്നത് നോക്കാൻ പറ. 100 കണക്കിന് ആൾക്കാർ നമുക്ക് നമ്പരും കൊടുക്കണം. അതൊന്നും അവർക്ക് തലയ്ക്കകത്ത് കയറൂല. പിന്നെ അവരവരുടെ കോട്ടയിൽ ധ്യാനം ചെയ്യുമ്പോൾ ആൾക്കാർ രക്ഷപ്പെടുന്നില്ലേ? അതും പറയുന്നു അതിനെയും കളിയാക്കണ്ട. ഞാനും ആദ്യം അതിനെ കളിയാക്കിയതാ കോട്ടയില്. കാരണം അവിടെ എന്ത് നടക്കുന്നു, നാളെ നടക്കുന്നു, അല്ലെ അതൊന്നും എന്റെ പ്രശ്നമില്ല. പക്ഷേ അവന്റെ മനസ്സിനെയാണ് അവർ ഉയർത്തുന്നത്. പൊങ്ങിയിരിക്കും, മനസ്സുകൊണ്ടാണ് പൊങ്ങുന്നത്. അവന്റെ മനസ്സിനകത്ത് എന്റെ അസുഖം മാറി ഞാൻ അല്ലേലില്ല വിളിക്കുമ്പോണ്ടല്ലോ ഇവൻ അറിയാതെ അവന്റെ മനസ്സിൽ അങ്ങ് ചെല്ലും. മറ്റവരെന്തിട്ടാ ഇങ്ങനെ കുറെ കച്ചവടമുണ്ടോ ഇച്ചവടമുണ്ടോ അതല്ല. പക്ഷെ അതിനകത്ത് ഭയങ്കരമായ ശാസ്ത്രമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ഞാൻ വിശ്വസിക്കില്ല. അതേ തന്നെയാണ് അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോകുമ്പോഴും അവിടെ എല്ലാം നമ്മുടെ വിശ്വാസമാണ്. അതിനകത്തേക്ക് നമ്മൾ തന്നെയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കണമെങ്കിൽ ആദ്യം ഈശ്വര വിശ്വാസം ഉണ്ടാവണം. മനസ്സിലായോ? നമ്മള് അതുകൊണ്ട് നിങ്ങളുടെ അസുഖം മാറിയില്ലയോ, അസുഖം ഭേദമായില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല.
അസുഖം മാറിയില്ലെന്ന് പറഞ്ഞിട്ട് പൈസ തിരിച്ചു തരുന്നതല്ല. കൃത്യമായി എന്നെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് വാങ്ങാൻ. മരുന്ന് വാങ്ങിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നതിന് മുമ്പിട്ട് നല്ല അരിയും പച്ചക്കറിയുമാണ് തിന്നുന്നതെന്ന് എനിക്ക് ഉറപ്പുവരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടുന്ന് കഷായം മേടിച്ചുകൊണ്ടു കാര്യമുള്ളൂ. ഈ കഷായം 10 ദിവസത്തേക്കുള്ളിൽ ഇരിക്കില്ല. എന്നും തിളപ്പിക്കണം. ഒരു ദിവസം തിളപ്പിക്കാതിരുന്നാൽ അത് വലിച്ചു പോകും. അതിനാണ് തിളപ്പിക്കുന്നത്. കുടിക്കുന്ന കേടാവാതിരിക്കാനാണ് തിളപ്പിക്കുന്നത്. ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് അതിനാണ് പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇല്ലാത്തൊരു സാധനമാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ അതിന്റെ പേര് ഞണ്ടെന്നാണ്. ക്രാഷ്. ഞണ്ട് പിടിക്കുന്നവരെ പിടിക്കുന്നതല്ലാതെ അങ്ങനൊരു രോഗമില്ല. വേറെ കാര്യം നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്ന എല്ലാ ഡിഗ്രിക്കാരും എല്ലാം നല്ല ടോപ്പ് ഡിഗ്രിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇത് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? മനസ്സിലാവുമല്ലോ? പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതിനകത്ത് ഡോക്ടറുണ്ട്. എല്ലാവരും ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റും എനിക്ക്. ഇവരെല്ലാവരും ഇവിടെ വരികയും പോയി എന്നിട്ട് ആ ശാസ്ത്രീയമാണെന്ന് പറയും. അവർക്കും അറിഞ്ഞത് എന്ത് ചെയ്യണമെന്ന്. ഞായറാഴ്ച ഈ പിന്നെ എന്താ പറഞ്ഞു ക്യാൻസർ എന്ന് പറയുന്നത് വിദ്രവി, അർബുദം, കവിൾവാർപ്പ്, മഹോദരം, മുഴ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പെടുത്തി നിസാര മരുന്നുകളെ കൊണ്ട് ചികിത്സിക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായമായിരുന്നു നമ്മുടെ പഴയ പാരമ്പര്യം. അതിനെ കവച്ചു വെക്കാൻ ഇന്നും ഒരുത്തം ജനിച്ചിട്ടില്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏജിംഗ് ഓഫ് ദ സെൽ, കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണ് ക്യാൻസർ എന്ന്. ക്യാൻസറിനെ പറ്റി, ക്യാൻസർ അല്ല, ഈ വിദ്രവിയെ പറ്റി, ഈ മുഴയെ പറ്റി, ഈ കവിൾവാർപ്പിനെ പറ്റി, ഇതൊക്കെ ഉണ്ടാകുന്നത് കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണ്. 2009 നോബൽ പുരസ്കാരം കിട്ടിയത് 3 ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനു വേണ്ടിയിട്ടാണ്. 2000 കോടി രൂപയാണ് ഡോളറാണ് ചെലവാക്കിയത്. ഇപ്പൊ രണ്ടാമത് പറയുന്നു, പ്രദീപ് ചല്ലില് നമ്മുടെ റോസോ പാർക്ക് ഹോസ്പിറ്റലില് കണ്ടുപിടിച്ചത് കീമോ ചെയ്യുന്നവർക്ക് മാത്രമേ ക്യാൻസർ ഉണ്ടാവുള്ളൂ. ആധുനിക ശാസ്ത്രം പറയുമ്പോ ഇന്നലെ വരെ കണ്ടുപിടിച്ചിരുന്ന പഴയ തിയറിയിൽ തന്നെയാണ് ഇപ്പോഴും ചികിത്സിക്കുന്നത്. കോശങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് എന്തൊക്കെയോ ശാസ്ത്രം പുരോഗമിച്ചു പോയി, എന്തൊക്കെയോ മാറിക്കഴിഞ്ഞു. പാശ്ചാത്യന്റെ സംസ്കാരം അനുസരിച്ചാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കണേ അല്ലേ? അവര് പറയുന്നതെല്ലാം തെറ്റിട്ട് അവരുടെ നോയി പിന്നെ ആദിവാസികളുടെ പുള്ളി കയറി ഇറക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാർ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ സഹോദരങ്ങൾ കൂടിയാണ് അവര്. അവരെ കള്ളം പഠിപ്പിച്ചെടുത്തവര്. ഈ ഡോക്ടർ പഠിക്കുന്ന ഒരൊറ്റ ഒരാൾക്കും അറിയാത്ത സംഗതിയാണ് ഒരു രോഗത്തിലും മരുന്നില്ലാന്നുള്ളവരും. ഇത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെയും നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങൾ പഠിക്കുന്ന ആ തരത്തിലാണ് പഠിക്കുന്നത് പോലും. മനസ്സിലായോ? അതിനെ ഇതുകൂടെ കാണിച്ചു തരുന്നത്. അതിന്റെ നെറ്റിൽ കിടപ്പുണ്ട്. ഒരു രോഗത്തിനും മരുന്നില്ല എന്നുള്ള സർക്കാർ ഗസറ്റ് വിജ്ഞാപനം. ക്യാൻസറിന് മരുന്നില്ലെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പതാ ലേറ്റസ്റ്റ് 2015 പുതിയ സർവേ നടന്നു. ബാഡിലക്ക് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് പുതിയ സർവേ. ഇത് ശാസ്ത്രമാണ്. ബാഡിലക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ എവിടെ വന്ന് നിന്ന് തിരിച്ച് പഴയ പാരമ്പര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാ ബാഡിലക്ക് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പൊ ആർക്കും ഈ രോഗത്തെപ്പറ്റി ഒരു ധാരണ പോലും ഇല്ലാതെ കീമോ ചെയ്യുന്നത് പാലിറ്റീവ് കെയറാണെന്ന് പറഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. നിന്റെ അവയവങ്ങൾ അടിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ ഒളിപ്പിച്ച് ഇംഗ്ലീഷിൽ എഴുതി ദേഹം ചെല്ലുമ്പോൾ വിരൽ നിൽക്കും. നമ്മൾക്ക് പേപ്പറൊന്ന് സൈൻ ചെയ്യാനാ പറയണേ. അപ്പൊ നമ്മൾ വായിക്കുമല്ലോ ചെയ്യാതെ വിദ്യാഭ്യാസ സമ്പന്നര് പോലും വായിക്കാതെ ഒപ്പിടുന്നു. ഒന്ന് വായിച്ചു വെക്കാൻ ഒരു ഒറ്റ ഒരെണ്ണം പിന്നെ ചെയ്യൂല. ഇത് തട്ടിപ്പ. എല്ലാരും എനിക്ക് തരുന്ന ഓൺലൈൻ സയൻസിന്റെ തട്ടിപ്പുകളാണ് ഞാൻ എനിക്ക് അലോപ്പതിയെ ദേഷ്യമില്ല. എന്റെ കാര്യം നാളെ പൊട്ടിയാലും ഞാൻ അവിടെ തന്നെ പോകത്തുള്ളൂ. ജോലിപ്പിക്കാൻ അവർ തന്നെ പറ്റുള്ളൂ. നല്ലവരായ ഇഷ്ടംപോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലവരായ ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്. അവരാണ് ഈ മെസ്സേജ് ഞങ്ങൾക്ക് തരുന്നത്. അത് കള്ളന്മാർക്കാണ് മനസ്സിലാവാത്ത. അവരാണ് ഞങ്ങളെ വിമർശിക്കുന്നത്. മനസ്സിലായോ? 40 ലക്ഷവും 40,000 30,000 ഒരാളുടെ പുറത്ത് കമ്മീഷൻ മേടിക്കുമ്പോൾ അവര് 3 കോടി രൂപയ്ക്ക് പഠിക്കുമ്പോൾ ഒരു ഇഷ്ടമാകുമ്പോൾ അവര് തന്തയ്ക്കും തള്ളയ്ക്കും അറിയാം 10 കോടി ഉണ്ടാക്കാൻ. പിള്ളേർക്കല്ലിപ്പം MBBS എടുക്കേണ്ടത്, FRCS എടുക്കുന്നത് തന്തയ്ക്കും തള്ളയ്ക്കുമാണ്. അവരാണ് തീരുമാനിക്കുന്നത് മക്കൾ എന്തോ ആവണമെന്ന്.
അവരുടെ കയ്യിൽ വിട്ടുകൊടുത്തിട്ട് തന്നെ നമ്മുടെ കച്ചവടത്തിന്റെ ഭാഷ പഠിപ്പിക്കും നമ്മുടെ ആൾക്കാർ നല്ല ഡോക്ടർമാരെ കണ്ടുപിടിക്കും. ഇഷ്ടംപോലെ നല്ല ഡോക്ടർമാർ അലോപ്പതിയിലുണ്ട്, ആയുർവേദത്തിലുണ്ട്, ഹോമിയോയിലുണ്ട്, എല്ലാത്തിലുണ്ട്. അതിനെ നല്ലവരെ എത്തുക, അല്ലാത്തവനെ എല്ലാം ഒതുക്കുക. ഈ കച്ചവടക്കാരനെ എല്ലാം നിന്നൊന്ന് ക്ലിയർ ആക്കാമെങ്കിൽ നമുക്കൊരു പരിധി വരെ മുമ്പോട്ട് പോകാം. ശരിയാവൂലേ? അതിനാവും നീ അങ്ങോട്ട് ഇട്ടാൽ